Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA and BSc മലയാളത്തിൽ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സുമായി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, നിങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ചെറുശ്ശേരിയുടെ കാളിയമർദ്ദനം എന്ന കവിത, ആ കവിതയിൽ നിന്ന് ഏറ്റവും ചോദിച്ച ചോദ്യം കാർമുകിൽ വർണ്ണം താൻ ഉള്ളിലെ ചിന്തിച്ചാൻ എന്നൊരു വരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ചിന്തിച്ചത്? അതുപോലെ തന്നെ കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ച പ്രധാന അലങ്കാരങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ പീയൂഷം കൊണ്ടു തളിച്ചു നിന്ന് ആയാസം പോക്കിനാൽ മെല്ലെ മെല്ലെ ആരാണ്? സന്ദർഭം എഴുതുക തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് രണ്ടാമത്തേത് ലക്ഷ്മണ സാന്ത്വനം എന്നുള്ള കവിത. ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം അമ്മ മകന് നൽകിയ ഉപദേശത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്ത് ഉപദേശമാണ് അമ്മ മകന് നൽകിയത്? അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മണൻ്റെ അമ്മയായ സുമിത്ര എന്താണ് ഉപദേശം നൽകിയത് എന്നുള്ളൊരു ചോദ്യം ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പൗരജനങ്ങൾ രാമനെയും ലക്ഷ്മണനെയും കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വരികൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം എന്ന കവിതയാണ്. ഇതിൽ ചിലപ്പോൾ എത്ര വിധം തുള്ളലുണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. രുക്മി പറയുന്ന വാക്കുകൾ, അതുപോലെ തന്നെ രുക്മിണിയുടെ തോഴിമാർ പറയുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വരികളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വെച്ചോളൂ. പിന്നെ രുക്മിണി സ്വയംവരത്തിന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അധികം ചോദിച്ചിട്ടില്ല. പിന്നെ വരുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതിൽ പൂന്താനം നമ്പൂതിരിയുടെ പ്രധാന കൃതികളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സത്യമെന്നത് ബ്രഹ്മമാണ്, സത്യമെന്ന് കരുതുന്ന സത്തുക്കൾ എന്നുള്ളൊരു വരി അതിനെക്കുറിച്ച് വിശദമാക്കാൻ പറയുന്നുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ധനാർത്ഥിയെക്കുറിച്ച് പൂന്താനം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് നാടൻപാട്ട്, വടക്കൻപാട്ട്, മാപ്പിളപ്പാട്ട്. അപ്പോൾ ഈ 3 പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണം ഞാൻ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് നോക്കിയാൽ മതി. നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, അതുപോലെ വടക്കൻ പാട്ട്, ഈ ഒരു 3 പാട്ടുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. പിന്നെ അതേപോലെ തന്നെ നാടൻപാട്ട് എന്ത് തൻ്റെ തീണ്ടലാൽ എന്നുള്ള ആ ഒരു നാടൻപാട്ടിൽ തൊട്ടു തീണ്ടിയാൽ കറുക്കുമോ വെളുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ ഐത്തവുമായി ബന്ധപ്പെട്ട് ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വടക്കൻ പാട്ടിലാണെങ്കിൽ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ അച്ഛനും അമ്മയും അടിച്ചിട്ടില്ല, ഗുരുക്കളും എന്നെ അടിച്ചിട്ടില്ല എന്നുള്ള ആരുടെ വാക്കുകളാണ്? അതിൻ്റെ സന്ദർഭം എന്താണ്? അതുപോലെ സ്ത്രീയുടെ ഒരു ശക്തിയാണല്ലോ അതിൽ പ്രതിഫലിക്കുന്നത്. അതായത് ഒരു സ്ത്രീ എതിർത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ശക്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനും നമുക്ക് ഈ ഒരു വടക്കൻ പാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് മാപ്പിളപ്പാട്ട്, മറിയക്കുട്ടിയുടെ കത്തുപാട്ട്. അതിൽ ആ ഒരു മറിയക്കുട്ടിയുടെ കത്തുപാട്ടിലെ ഒരു സാമൂഹിക പ്രസക്തി അതെന്താണെന്ന് വിലയിരുത്താൻ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ മറിയക്കുട്ടി പറയുന്നുണ്ടല്ലോ ബെല്ലാരിക്ക് ഉടനെ ഞാൻ വന്നിടാം ഓട്ട് വഴിയുണ്ടെന്നുള്ളൊരു വരികൾ അതിലുണ്ട്. അപ്പോൾ അവളുടെ നിരപരാധിത്വത്തെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യവും നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 പാട്ടുകളും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ 3 പാട്ടിൻ്റെയും ചിലപ്പോൾ സവിശേഷതകളായിരിക്കും ചോദിക്കുക. പിന്നെ വരുന്നത് കഥകളാണ്. അതിൽ മോതിരം എന്ന കഥയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് കുഞ്ചുനായർ അമ്പാടി മനക്കിലെ ആനക്കാരനായത് എങ്ങനെയാണ് എന്ന ചോദ്യം. അതുപോലെ അവർ തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ ആയിരിക്കും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളത്. പിന്നെ വരുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡബിൾ ആക്ട്, സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയിൽ നിന്നാണ്. അതിൽ ഡബിൾ ആക്ട് എന്ന കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൽ ആ ഒരു സ്ത്രീ കഥാപാത്രം, അതായത് സീത എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചോളൂ. അടുത്ത കഥ എന്ന് പറയുന്നത് രാച്ചിയമ്മയാണ്. ഈ കഥയിലെ നിസ്വാർത്ഥമായ സ്ത്രീ മനസ്സിനെ കുറിച്ച് വിശദീകരിക്കുന്ന കഥയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ രാച്ചിയമ്മ എന്ന കഥയിൽ പറയുന്നുണ്ടല്ലോ ഞാൻ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്താണെന്നുള്ളത്. ചിലപ്പോൾ ആ സന്ദർഭം എന്താണെന്ന് വിശദീകരിക്കാൻ ചോദിക്കാം. അതുപോലെ നാം മനുഷ്യരല്ലേ മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലല്ലോ, ഈ വാക്കുകളിലെ പൊരുളും പ്രസക്തിയും. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ.
അതുപോലെ നമ്മുടെ ആങ്ങള ചത്തതിന് ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്, സൂചിതം എന്ത് എന്നൊരു ചോദ്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. പിന്നെ വരുന്നത് ഉള്ളൊരുക്കം എന്ന കഥയാണ്. അപ്പോൾ അതിലും ഒരു മനുഷ്യൻ രോഗാതുരതയെ നേരിടുന്നതിൻ്റെ ഒരു നേർചിത്രമാണ് അതിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആ കഥയിൽ കുട്ടിമോൻ്റെ ഉമ്മ പറയുന്നുണ്ട്, ഒരുത്തിക്കും ഇമാതിരി വിധി കൊടുക്കല്ലേ പടച്ചോനെ, ഈ സൂക്കേട് കൊടുക്കല്ലേ റബ്ബേ, എൻ്റെ മക്കളെ കാക്കണേ തമ്പുരാനെ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ആ ഒരു വാക്കുകളിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യവും അതിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് CV ശ്രീരാമൻ്റെ ഒട്ടുചെടി എന്ന കഥയാണ്. ആ കഥയിൽ പറയുന്നുണ്ട്, ഇന്നു മുതൽ നീ മൈഥിലി പരമാണിക്കല്ല മൈഥിലി ഗരാമി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സന്ദർഭം വ്യക്തമാക്കാൻ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ ആ ഒരു ഒട്ടുചെടി എന്നുള്ള ആ ഒരു ഇത് എങ്ങനെയാണ് ഉണ്ടായത്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഉണ്ടാവും. പിന്നെ വരുന്നത് ഗീതാഹിരണ്യൻ്റെ ഗരബായിരെ എന്ന കഥയാണ്. ഗരബായിരെ എന്ന കഥയിലാണെങ്കിൽ മക്കൾ അമ്മമാരുടെ ഉടമസ്ഥരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരിൽ മുമ്പൻ ആര്, സന്ദർഭം എന്ത് എന്ന ചോദ്യം 2-3 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളെയും പുറത്താക്കി വാതിലടയ്ക്കുന്ന ആ ഒരു വീട്ടമ്മ എന്ന കഥാപാത്രം, അതുകൊണ്ട് തന്നെ വീട്ടമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ ഏറ്റവും അവസാനത്തെ കഥയായിരുന്നു തന്തത്താഴ് എന്നുള്ള കഥ. ആ കഥയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യം, പച്ചിരുമ്പിൻ്റെ ആ താഴ് പിടിച്ച് അമ്മ പറഞ്ഞു, എന്താണ് അമ്മ പറഞ്ഞത്? ആ താഴിനെ കുറിച്ചുള്ള അമ്മയുടെ വിശദീകരണം, തന്തത്താഴാണ് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ വീടിനകത്തു പോലും സുരക്ഷിതയല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് തന്തത്താഴ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ essay ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, അതായത് പ്രാചീന കവിത്രയം ചിലപ്പോൾ ചോദിക്കാം. ലക്ഷ്മണ സാന്ത്വനവുമായി ബന്ധപ്പെട്ട് പ്രാചീന കവിത്രയം, ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. അതുപോലെ ആധുനിക കവിത്രയം നോക്കി വെച്ചോളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് 5 മാർക്കിനോ 2 മാർക്കിനൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി essay ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. essay ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ, ഒന്ന് കാളിയമർദ്ദനം ചെറുശ്ശേരിയുടെ, പിന്നെ ഉള്ളൊരുക്കം, രാച്ചിയമ്മ, തന്തത്താഴ്. അപ്പോൾ ഈ പാഠഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് essay ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ essay എന്ന് പറയുന്നത് വടക്കൻ പാട്ടുകളുടെ സവിശേഷതകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വടക്കൻ പാട്ട്, നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, ഇത് 3ഉം പ്രധാനമാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കി വെച്ചോളൂ. അതിൽ നിന്ന് essay ആയിട്ടോ 5 മാർക്കായിട്ടോ ആണ് ചോദിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഈ 4 ചാപ്റ്റേഴ്സും essay ഏറ്റവും കൂടുതൽ ചോദിച്ച ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് നന്നായി മനസ്സിലാക്കി വെച്ചോളൂ. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ essayയുടെ കാര്യം പ്രത്യേകം പറയുകയാണ്, essay ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ essay എഴുതാൻ നോക്കുക, അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.